ഹലോ. ഇന്ന് രാവിലെ ആയപ്പോൾ എണീക്കാനേ തോന്നുന്നില്ല കേട്ടോ. ഭയങ്കര തണുപ്പ്. പുതപ്പിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കാൻ തോന്നുക. തേജുവാണെങ്കിൽ ചൂടും തട്ടി നല്ല ഉറക്കാട്ടോ. പിന്നെ അവന് ക്ലാസ്സുള്ള ദിവസമായതുകൊണ്ട് എണീക്കാതിരിക്കാനും പറ്റില്ല. വേഗം തന്നെ മടിച്ച് അവനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്കൂളിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതേപോലെ തന്നെ വന്ന് കിടന്നും ചെയ്തു കേട്ടോ. എന്തൊരു സുഖം അറിയോ തണുപ്പത്ത് ഇങ്ങനെ കിടക്കാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് അടുക്കളയിലേക്ക് വന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. വേഗം തന്നെ ചോറൊക്കെ വെച്ചു. പിന്നെ നല്ല കോരമീൻ കിട്ടി ട്ടോ. ഇവിടെ കോരയും കിളിമീനും രണ്ടും പറയും ട്ടോ. അങ്ങനെ കോരമീനൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. അങ്ങനെ വന്നപ്പോൾ പിന്നെ മേടിക്കാതിരിക്കാൻ തോന്നിയില്ല. അങ്ങോട്ട് മേടിച്ചു കുറച്ച്. വേഗം തന്നെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ചു. പിന്നെ തോരൻ വെക്കാൻ കുറച്ച് വാഴയ്ക്ക ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. കുറേ നാളായി മേടിച്ച് വെച്ചിട്ട്. കുറച്ച് വാട്ടൊക്കെ പിടിച്ചിരുന്നു വെക്കാത്തതുകൊണ്ട്. പിന്നെ 2, 3 ദിവസം കൂടി ഉണ്ടെങ്കിൽ കുറച്ച് പഴുത്ത് പോയേനെ. അങ്ങനെ വേഗം തന്നെ വാഴയ്ക്കെല്ലാം അരിഞ്ഞ് സെറ്റാക്കി അങ്ങോട്ട് വെച്ചു കേട്ടോ. പിന്നെ അതിനുള്ള അരപ്പും തയ്യാറാക്കി. പിന്നെ ഇവിടെയാണെങ്കിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വെച്ച് നമ്മൾ തന്നെ കഴിക്കണം. പ്രത്യേകിച്ച് രുചിയൊന്നും ഉണ്ടാവില്ല. പിന്നെ മടിയാണ് ഉണ്ടാക്കാൻ. തനിച്ചല്ലേ. തനിച്ചുണ്ടാവുമ്പോൾ നമുക്കൊന്നും വെക്കാനും ഉണ്ടാക്കാനൊന്നും തോന്നില്ല കേട്ടോ. പിന്നെ നല്ല മീൻ അങ്ങോട്ട് വേകുന്നത് കണ്ടാൽ പിന്നെ എനിക്ക് സഹിക്കില്ല. ഞാൻ അതിങ്ങനെ തോണ്ടി തോണ്ടി തിന്നും കേട്ടോ. പിന്നെ നമ്മളെ തോരനെല്ലാം അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ചു കേട്ടോ. തോരനെല്ലാം സെറ്റായി അങ്ങോട്ട് വന്നു. അതിങ്ങോട്ട് മണടിച്ചപ്പോഴത്തേനും എനിക്ക് പകുതി മുക്കാലും വിശപ്പ് തുടങ്ങി. പുറത്ത് ഭയങ്കര തണുപ്പാണ്. വിശപ്പ് കൂടാതിരിക്കാനും പറ്റില്ല. ഭയങ്കര വിശപ്പാട്ടോ എനിക്ക് ഈ തണുപ്പുള്ള സമയത്ത്. അങ്ങനെ നല്ല വറ്റൽമുളക് തേങ്ങാ ചമ്മന്തി അങ്ങോട്ട് അരച്ച്. അങ്ങനെ തോരനും മീൻ വറുത്തതും ചമ്മന്തിയും ചോറായിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ലൊരു ചൂടുവെള്ളം അങ്ങോട്ട് കുടിച്ച്. അപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.